നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, കൊത്താൻ താമസിച്ചു പോയി. ഇനി കൊത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചേമ്പിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എന്ത് ചേമ്പോ? അതൊക്കെ നല്ല വിത്തുണ്ട്. ഇത് നമ്മളിനി നല്ല പണിയാണ് കേട്ടോ. ഇതൊക്കെ വേരൊക്കെ പോക്കി നല്ലോണം കഴുകിയിട്ട് അരിഞ്ഞ് വെയിലത്ത് വെക്കലാണേ. പച്ചയിൽ കേട്ടോ, പച്ചയിൽ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണേ ചെയ്യാം. ഇതാ വിത്തില്ലേ, കുറേ വൈകിപ്പോയി. ഇതൊക്കെ ഇതാണ്. ചിലതൊക്കെ ഉണ്ട്. കുറച്ചുണ്ട് കേട്ടോ. അതൊക്കെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇതൊക്കെ കൊത്തി കഴിഞ്ഞ് നോക്കട്ടെ. വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സെയിലിന് വെക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ തരുന്നതാണ്. അതൊന്ന് കൊത്തി കേട്ടോ. തൊട്ടെന്നോ ഉണ്ടോ? വളമൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു ഞാൻ. അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? തിന്നുപോയോ? അത് മഞ്ഞളാ. അത് മഞ്ഞളാ. ഈ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഈ എന്താ പറയുക മഞ്ഞക്കൂവ കുറേ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് ഇപ്പോൾ അല്ലേ അറിയുന്നത്. കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് ഇതാണ് കേട്ടോ. നല്ല വൈറ്റ് കളറാണ്. മറ്റേത് അതൊക്കെ മഞ്ഞളാണ്. മറ്റേത് മഞ്ഞക്കൂവയാണ്. ഇതൊക്കെ അതൊന്നും മഞ്ഞൾ അല്ല, അതിന് മഞ്ഞളിൻ്റെതായിരിക്കും അല്ലേ? അത് സാരല്ല, കൊത്തിക്കാം. നമുക്ക് അതും കൊത്തണമല്ലോ. അത് കൊത്തിക്കുന്നത് അതൊക്കെ മഞ്ഞളാ. ഇതെന്താ, ഇത് മഞ്ഞളാട്ടോ. ഇതൊന്നും പോരാ, നന്നായിട്ട് വളം ചെയ്തായിരുന്നു. എന്താ പറ്റിയെന്നൊക്കെ നേരം വൈകിട്ടേക്ക്. ഒക്കെ മഞ്ഞളാ. ഇത് കസ്തൂരി മഞ്ഞളായിരിക്കും. നല്ല നല്ല പൊടി പോലത്തെ മണ്ണാട്ടോ. അതുകൊണ്ട് മണ്ണ് ഉറച്ചിട്ടില്ല, അതുകൊണ്ട് വേഗം കൊത്താൻ പറ്റും. അപ്പം മഞ്ഞൾ ഞങ്ങൾ ഇവിടെ എടുക്കും. കസ്തൂരി മഞ്ഞൾ കുറച്ചെടുത്ത് ബാക്കി ഞാൻ സെയിലിനാണേ. ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചോട്ടോ.